ആദ്യമേ തന്നെ ഈ പിക്ചറിൽ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെയാ സ്ഥലമെന്ന്. ഇതാ ഞങ്ങൾ അതിൻ്റെ കവാടത്തിലേക്ക് കൂടെ അകത്ത് പ്രവേശിക്കുകയാണ്. അത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. ആൾക്കാർ ഭക്തർ ഇങ്ങനെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് കയറി കഴിയുമ്പോൾ ഉള്ള ആ ഒരു കാഴ്ച അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമാണ്. ഫോട്ടോ ഒക്കെ എടുക്കാത്തവരും ഫോട്ടോ എടുത്തു പോകും. പിന്നെ നാനാജാതി മതസ്ഥർക്കും അവിടെ പ്രവേശനം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് സിഖ് മതസ്ഥരുടെ ആത്മീയ കേന്ദ്രമാണ്. ഇത് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പഞ്ചാബിലെ സുവർണ ക്ഷേത്രമെന്ന്. പക്ഷെ അവിടെ പോകാനും അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാനും ആ ഒരു ആത്മീയത അനുഭവിക്കാനും കഴിഞ്ഞു എന്നുള്ളതൊരു മഹാഭാഗ്യമായി കരുതുന്നു. ഒരു ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസാണ് ഇത്. പഞ്ചാബിലെ അമൃത്സറിലാണ് ഈ ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സിഖ് മതസ്ഥരാണ് അതിൻ്റെ സ്ഥാപകർ. ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിന് അമൃത സരസ് എന്നാണ് പറയുന്നത്. ആ കുളത്തിന് ചുറ്റുമാണ് ഈ ക്ഷേത്രം വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്ഷേത്രവും അതിൻ്റെ ബന്ധപ്പെട്ട ഓഫീസുകളും അതിൻ്റെ താഴെക്കുടങ്ങളും ഒക്കെ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ കുളത്തിന് ചുറ്റുമാണ്. കുളം നടുക്കായിട്ടുള്ള ആ ഒരു മനോഹരമായൊരു കാഴ്ച. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു കാര്യം, ഒരു ആചാരമുണ്ട്. തല മറച്ചിട്ടേ അതിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അതൊരു സിഖ് മതത്തിൻ്റെ ഒരു ആചാരമായിട്ടാണ് കാണുന്നത്. ഇതാ കണ്ടോ സ്വർണ്ണ ക്ഷേത്രം. അത് നമ്മൾ നോക്കിയിരുന്നു പോകും. ഇതിൽ അകത്ത് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂവാണ്. ആ ക്യൂവിൽ ആൾക്കാർ നിൽക്കുന്നത് കാണാം. 9:30-10 മണി വരെയൊക്കെ ആൾക്കാർ ആ ക്യൂവിൽ നിന്ന് ഇവിടെ ദർശനം നടത്തുന്നുണ്ട്. ഈ കുളം ഒരു അമൃത സരസ് എന്ന് പറഞ്ഞാൽ കുളത്തിൽ കുളിക്കുകയും ആ വീട്ടിൻ്റെ വെള്ളം ഏത്ത് വീഴ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഗശമനം ഉണ്ടാവും എന്നൊക്കെ ആൾക്കാർ വിശ്വസിക്കുന്നു. അപ്പോൾ ധാരാളം ആൾക്കാർ അത് കാണാനും വെള്ളത്തിൽ വെള്ളം എടുത്ത് ദേഹത്ത് കുടയുകയൊക്കെ ചെയ്യുന്ന കാണാം. ധാരാളം മത്സ്യങ്ങളുണ്ട്, വളർത്തു മത്സ്യങ്ങൾ. അതും ഒരു ശോഭനീയമായൊരു കാഴ്ചയാണ്. ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്ലേസാണ്. അവിടെ ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നൊരു കുഴപ്പമില്ല. 50,000 പേർക്കൊക്കെ ഒരു ദിവസം ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് അതിൻ്റെ ശോഭ അടുത്തടുത്ത് വരുന്നുള്ളൂ. അതിൻ്റെ ശോഭ കൂടിക്കൂടി വരിക. സ്വർണ്ണപ്പാളികളാൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണിത്. ഇത് കാണാനൊരു ഭാഗ്യമുണ്ടായി. ടൂറിസം ഇഷ്ടപ്പെടുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഒരിക്കലെങ്കിലും ഈ പഞ്ചാബിൽ അമൃത്സറിൽ പോയി ഇത് കാണണം. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് പോയാൽ വളരെ ലാഭകരമായിരിക്കും. നേരെ എന്ന് അമൃത്സറിൽ ഇറങ്ങാം. ഹോട്ടലുകൾക്കൊക്കെ വളരെ ചാർജ് കുറവാണ്. എല്ലാം കണ്ട് കേട്ട് പോരാം. അപ്പം എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയി കാണണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മറ്റ് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും ഇതിൻ്റെ ബാക്കി ഉണ്ട്. ഇനി അടുത്ത സ്ഥലത്ത് പോയത് അത് കാണാൻ ശ്രമിക്കണം. എല്ലാവർക്കും നന്ദി.